സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ മറുതീരം തേടി. രാത്രി അനിൽ ബാബു ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. മണി 11 കഴിഞ്ഞു. ഷൂട്ടിങ്ങിന് പോയ നയോമി ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. എന്തിൻ്റെ ഷൂട്ടിംഗ്? സീരിയലാണോ പരസ്യമാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ആരോടും ഒരു വാക്കു പറയാതെയാണ് പോക്കും വരവും. വാതിൽക്കൽ കാലൊച്ച കേട്ട് അനിൽ ബാബു മുഖം തിരിച്ചു. അമ്മ അടുത്തേക്ക് വരികയാണ്. നീ ഉറങ്ങിയില്ലേ? നയോമി ഇതുവരെ എത്തിയില്ലല്ലോ. തോന്നിയ പോലെയല്ലേ അവളുടെ വരവ്? ആരും ചോദിക്കാനില്ലല്ലോ. ചോദിച്ചാ നമ്മളോട് തട്ടിക്കയറും. ഇതൊന്നും ശരിയല്ല. അഭിനയിക്കാൻ പോയതല്ലേ, ചിലപ്പോൾ വൈകിയെന്ന് വരും. കൂടി വന്ന 10 മണി. അതിനപ്പുറത്ത് എവിടാ ഷൂട്ടിങ്? സിനിമയൊന്നും അല്ലല്ലോ, സീരിയലല്ലേ. ചിലപ്പോൾ പരസ്യത്തിൻ്റെ ഷൂട്ടിംഗ് ആയിരിക്കും. നിന്റെ കൂടെ ഇവിടെ താമസിച്ചിരുന്ന കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും ഇല്ലായിരുന്നല്ലോ ഈ പാതിരാ ഷൂട്ടിംഗ്. അനിൽ ബാബുവിന് മറുപടിയില്ല. അയൽക്കാരൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. അവളൊരു പെണ്ണല്ലേ, ആൺകുട്ടിയല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ആ തള്ളയും മകനും വേണമായിരുന്നു. അവരെ രാത്രി 8 മണിക്ക് കാറും കൊടുത്ത് ഇങ്ങോട്ട് അയച്ചിട്ട് അവളവിടെ എന്തു ചെയ്യുക? അല്ലെങ്കിൽ അവരും കൂടെ അവളോടൊപ്പം നിൽക്കണമായിരുന്നു. സൗദാമിനിയമ്മ പറഞ്ഞു. അനിൽ ബാബുവിനറിയാം അമ്മ പറയുന്നതെല്ലാം സത്യമാണ്. ഹൃദയത്തിന് തൊട്ട് താഴെ ഒരു കനലിരുന്ന് എരിയുന്നുണ്ട്. നയോമി പിണങ്ങിപ്പോയ അന്നു മുതൽ ആ കനൽ അവിടെയുണ്ട്. വേദനയുടെ ചുട്ടുപഴുത്ത നീരാവി പോലെ ഒരു നിശ്വാസം അയാളിൽ നിന്ന് പുറത്തു വന്നു. സൗദാമിനിയമ്മ അയാളുടെ ശിരസിൽ തലോടി. ഉറങ്ങാൻ നോക്ക്, ഈശ്വരൻ കൊടുക്കട്ടെ അവൾക്ക് നല്ല ബുദ്ധി. അനിൽ ബാബു കണ്ണടച്ചു കിടന്നു. സൗദാമിനിയമ്മ മെല്ലെ മുറി വിട്ടിറങ്ങി. വാതിൽ ചാരി. ചില്ല് ജനാലയിലൂടെ വെളിച്ചം മുഖത്തടിച്ചപ്പോൾ അയാൾ ഞെട്ടിക്കണ്ണു തുറന്നു. ജനാലയിൽ കൂടി നോക്കി. റോഡിൽ ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് അണയുന്നു. കാറിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും ഇറങ്ങുന്നു. ഡോറിലേക്ക് ചാരി നിന്ന് സംസാരിക്കുന്നു. രണ്ടുപേരും പരസ്പരം കൈ കൊടുത്തു മാറുന്നു. പുരുഷൻ കാറിലേക്ക് കയറി. സ്ത്രീ ഗേറ്റിലേക്ക് നടന്നു. ഗേറ്റ് കടന്ന ശേഷം അവൾ തിരിഞ്ഞു നിന്ന് കൈവീശിക്കാട്ടി. കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ വീണ്ടും പ്രകാശിച്ചു. സ്ത്രീ രൂപം കാലുകുഴഞ്ഞാണ് മുറ്റത്തുകൂടി നടന്നു വരുന്നതെന്ന് അനിൽ ബാബുവിന് തോന്നി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. തോന്നലല്ല, ചുവടുകൾ ഇടറിയാണ് നടക്കുന്നത്. നയോമി മദ്യപിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ആരുടെ കൂടെ? ഇതുവരെ അവൾ എവിടെയായിരുന്നു? ഈ 2 ചോദ്യങ്ങൾ ചക്രായുധങ്ങൾ പോലെ നെഞ്ചിനുള്ളിൽ കിടന്ന് ചുഴറ്റി. അത് സ്പർശിക്കുന്നിടത്തെല്ലാം മുറിഞ്ഞ് ചോര വാർന്നു. പാരവശ്യത്തോടെ അനിൽ ബാബു മുഖം തിരിച്ചു. ജനാലയിൽ നിന്ന് വെളിച്ചം മറ്റെവിടേക്കോ പാളിപ്പോയി. കാർ തിരിക്കുകയാണ്. വാതിൽ തുറക്കുന്ന ശബ്ദം. അമ്മയായിരിക്കണം. എവിടെയായിരുന്നു ഇതുവരെ? കള്ളു കുടിച്ചിട്ടുണ്ടോ നീ? അമ്മയുടെ ചോദ്യമാണ്. ഉത്തരം കേൾക്കാൻ അനിൽ ബാബു കാതോർത്തു. നയോമി സൗദാമിനിയമ്മയെ അടിമുടി നോക്കി. വെറുപ്പ് കണ്ണിലും നിന്ന ചുണ്ടിലും നുരഞ്ഞു. നിങ്ങളാരാ എന്നെ ചോദ്യം ചെയ്യാൻ? നിനക്കറിയില്ല അല്ലേ ഞാൻ ആരാണെന്ന്? ഇല്ല. നയോമി ചെറഞ്ഞു നിന്നു. ബന്ധങ്ങളുടെ നിലയും വിലയും അറിയാത്തതാ നിന്റെ ഏറ്റവും വലിയ കുഴപ്പം. നിന്റെ ഭർത്താവിൻ്റെ അമ്മയാണ് ഞാനെന്നുള്ളത് കല്യാണത്തോടെ നീ മറന്നു. അന്നു മുതൽ നീ എന്നെ ശത്രുവായിട്ടാ കാണുന്നേ. ഭർത്താവിൻ്റെ അമ്മ? നയോമി പുച്ഛിച്ചു. എനിക്ക് ഭർത്താവ് തന്നെയില്ല. കോടതി മുഖേന ബന്ധം പിരിയാതിരുന്നത് എൻ്റെ ഫൂളിഷ്നെസ്. അതുകൊണ്ടാണല്ലോ ഭർത്താവെന്ന ബാധ്യത ഇപ്പം എൻ്റെ തലയിൽ വന്നത്. നിനക്കിപ്പോൾ ഭർത്താവ് ബാധ്യതയല്ലേ? എന്താ സംശയം? ഭർത്താവ് മാത്രമാണോ? അയാളെ ചുറ്റിപ്പറ്റി ചോരയൂറ്റി കുടിച്ച് ജീവിക്കുന്ന കുറേ പാരസൈറ്റുകളും എല്ലാം ബാധ്യതയാ. മുഖത്തടിയേറ്റ പോലെ സൗദാമിനിയമ്മ നിന്നു. നയോമി, നീ ഇങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന വേദന എന്തുമാത്രമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? അതിൻ്റെ ഇരട്ടിയായിട്ട് നിനക്ക് തന്നെ അത് തിരിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ. എന്തിനാ തള്ളേ വളച്ചു കെട്ടുന്നേ? വാ തുറന്ന് എന്നെ അങ്ങ് ശപിച്ചേക്ക്. അതല്ലേ ഇപ്പം മനസ്സിലുദ്ദേശിച്ചേ? നിങ്ങളുടെ മനസ്സ് നോവിച്ച ശാപം കിട്ടുന്നു. നീ എഴുതാപ്പുറം വായിക്കണ്ട. നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എൻ്റെ മകനോട് ഒരു വാക്ക് ഞാൻ എതിർത്ത് പറഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും അവൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വലതുകാൽ വെച്ച് വരില്ലായിരുന്നു. വെറും കൈയുമായി വന്ന നിന്നെ അവൻ സ്വീകരിച്ചതിൻ്റെ പുറകിൽ നീ ഇന്ന് ബാധ്യതയാണെന്ന് പറയുന്ന ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെയും അലിവും അനുകമ്പയും ഉണ്ടായിരുന്നു. ഓ മഹാമനസ്കത! അതിൻ്റെ വലിപ്പം കടുകുമണിയോളം പോലും ഇല്ലെന്ന് നിങ്ങളെനിക്ക് പിന്നീട് ബോധ്യപ്പെടുത്തി തന്നല്ലോ. നിങ്ങളുടെ മകനെ ഞാൻ തിരിച്ചു തന്നില്ലേ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തില്ലേ? നിങ്ങൾ തന്നെയല്ലേ ഇപ്പം വീണ്ടും വിളിച്ചു വരുത്തിയത്?
നയോമി, നിന്നോടുള്ള വിരോധം കൊണ്ട് പറയുവല്ല. നീ ഇപ്പം മദ്യം കഴിച്ചിട്ടാ വീട്ടിൽ കയറി വന്നിരിക്കുന്നേ. കൊള്ളാവുന്ന ഏതെങ്കിലും വീട്ടിൽ ഇത് നടക്കുമോ? അടിച്ചു പുറത്താക്കും, സൗദാമിനിയമ്മ വീറോടെ പറഞ്ഞു. നയോമി നെഞ്ചു വിരിച്ച് സൗദാമിനിയമ്മയുടെ മുൻപിലേക്ക് ചെന്നു. എന്നാ നിങ്ങളടിക്ക്? ഞാനത് ചെയ്യാത്തത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നല്ല ഒന്നാന്തരം തറവാട്ടിൽ ജനിച്ചു വളർന്നവളാ ഞാൻ. എത്ര കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായാലും അന്തസ്സും അഭിമാനവും കളഞ്ഞു കുളിക്കുന്നവളല്ല ഈ സൗദാമിനിയമ്മ. ഇപ്പം ഞാൻ നിന്റെ ചെകിട്ടത്ത് അടിക്കാത്തത് എൻ്റെ മോനെ ഓർത്ത് മാത്രമാ. സൗദാമിനിയമ്മയുടെ വാക്കുകളിൽ വൈരപ്പൊടി തിളങ്ങി. പക്ഷേ ഒരു കാര്യം നീ ഓർത്തു. പാതിരാത്രിക്ക് അന്യപുരുഷൻ്റെ കൂടെ കുടിച്ചു കൊഴിഞ്ഞ് അവൻ്റെ കാറിൽ കയറി വീട്ടിൽ വരുന്ന പെണ്ണ് അത്ര നല്ല പെണ്ണല്ല. അവൾക്ക് നല്ലൊരു ജീവിതം എന്തായാലും ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. നശിക്കാൻ വേണ്ടിയാ നിന്റെ പോക്ക്. സൗദാമിനിയമ്മ തിരിഞ്ഞു നടന്നു. ചെലവിനുണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ നന്ദിയില്ല, പകരം രാക്ക്. നയോമി പിറുവിറുത്തു. മുറിയിലെല്ലാം കേട്ട് കിടക്കുകയായിരുന്നു അനിൽ ബാബു. അമ്മയുടെ ഇടപെടൽ കൃത്യമാണെന്ന് അയാൾക്കറിയാം. ഉയർന്ന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന കുടുംബമായിരുന്നു അമ്മയുടേത്. ദേഷ്യം അമർത്തി വെച്ച് ഭംഗി വാക്ക് പറയുന്ന സ്വഭാവം അമ്മയ്ക്കില്ല. കുലീനവും തുറന്നതുമായ പെരുമാറ്റമേ അമ്മ ശീലിച്ചിട്ടുള്ളൂ. വാതിൽക്കൽ കാലൊച്ച കേട്ടതും അനിൽ ബാബു കണ്ണടച്ചു. അമ്മയാണ്. താൻ ഉറങ്ങിയോ എന്ന് നോക്കുകയാവണം. അയാൾ ഉറക്കം നടിച്ചു കിടന്നു. സൗദാമിനിയമ്മ അരികെ ചെന്ന് മകനെ നോക്കി. മകൻ ഉറക്കമാണെന്ന് കണ്ട് ആ ശിരസിലൊന്ന് തലോടി. പിന്നെ തിരികെ പോയി. അനിൽ ബാബു ദീർഘശ്വാസം എടുത്തു. അമ്മ നയോമിയുടെ പറഞ്ഞ വാക്കുകൾ അയാളുടെ മനസ്സിൽ കിടന്ന് തെളിച്ചു. ഏതെങ്കിലും കുടുംബത്തിൽ ഇങ്ങനെ നടക്കുമോ? അരികെ ഇരുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ട പെണ്ണ് അർദ്ധരാത്രിക്ക് മദ്യപിച്ച് ലെക്കുകെട്ട് ഏതോ ഒരുത്തൻ്റെ കാറിൽ. ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണമല്ല, തർക്കുത്തരമാണ് മറുപടി. ഏതെങ്കിലും ഭർത്താവിന് ഇത് സഹിക്കാൻ കഴിയുമോ? നിന്റെ നിസ്സഹായതയുടെ മീതെ കയറി നിന്ന് അഹങ്കാരത്തിൻ്റെ താണ്ഡവം ചവിട്ടുകയാണ് അവൾ. പിണങ്ങിപ്പോയവളാണെങ്കിലും തിരിച്ചു വന്നപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒന്നിച്ചു നിന്നാൽ ഏതെല്ലാം ഉയരങ്ങളിൽ എത്തിച്ചേരേണ്ടവരാണെന്ന് രണ്ടുപേരും. എന്നാലിപ്പോൾ തങ്ങളുടെ ജീവിത ചക്രവാളത്തിൽ പ്രതീക്ഷയുടെ അസ്തമയമാണ് കാണുന്നത്. അമ്മ പറഞ്ഞതുപോലെ ഈ മട്ടിൽ അവൾക്ക് അധിക ദൂരം പോകാനാവില്ല. നിയന്ത്രിക്കാൻ ആരുമില്ലാതെ, പേടിക്കാനൊരു പുരുഷനില്ലാതെ സർവ്വസ്വാതന്ത്ര്യങ്ങളും എടുത്ത് ദുർവിനിയോഗം നടത്തുകയാണ്. ഭാര്യയെ തനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞുവെന്ന് അയാൾക്ക് ബോധ്യമായി. ഇനി തൻ്റെ മകളുടെ അമ്മയെയും നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ ഈ കുടുംബത്തിൻ്റെ അത്താണിയും. രാവിലെ നയോമി ഡ്യൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് പ്രൊഡ്യൂസർ വിജയാനന്ദിൻ്റെ കാർ വീടിന് മുൻപിലേക്ക് വന്നത്. അയാൾ പിന്നെ ശല്യത്തിന് വന്നല്ലോ. എന്താ പറയണ്ടേ? നയോമി കൃഷ്ണമ്മയോട് ചോദിച്ചു. പറ്റില്ലെന്ന് തന്നെ പറഞ്ഞേക്ക്. വിജയാനന്ദ് കാറിൽ നിന്നിറങ്ങി മുറ്റത്തേക്ക് വന്നു. മുറ്റമടിച്ചുകൊണ്ടിരുന്ന സുജിതയോട് അയാൾ തിരക്കി. നയോമിയല്ലേ? സുജിത വീടിന് നേർക്ക് മുഖാംഗ്യം കാട്ടി. വിജയാനന്ദ് സിറ്റൗട്ടിലേക്ക് കയറി ഡോർ ബെല്ലടിച്ചു. കൃഷ്ണമ്മ വന്ന് വാതിൽ തുറന്നു. അങ്കിൾ എവിടെ നയോമി? പരുഷസ്വരത്തിലായിരുന്നു ചോദ്യം. അകത്തുണ്ട്, വിളിക്കേ. അവൾ പോകാനൊരുങ്ങുക. ഇപ്പം തന്നെ ലൊക്കേഷനിൽ നിന്ന് വണ്ടി വരും. ഞാനും കാറും കൊണ്ടാണ് വന്നിരിക്കുന്നേ. ഇന്ന് ദന്തഗോപുരത്തിൻ്റെ ഷൂട്ടിങ്ങാ. മുമ്പേ ഡേറ്റ് പറഞ്ഞിരിക്കുന്നതാ. അവളെ അങ്ങോട്ട് വിളിക്ക്, ഞാൻ സംസാരിക്കാം. ഇന്നെന്തായാലും സമയമില്ല. നാളെയോ മറ്റന്നാളോ സംസാരിക്കാം, കൃഷ്ണമ്മ പറഞ്ഞു. ഇന്ന് സംസാരിക്കണം എനിക്ക്. ഇപ്പം അവൾ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും. അവൾ ബാത്റൂമിലാണെങ്കിൽ അതിനകത്ത് ഞാൻ ഇടിച്ചു കയറും. കാണണോ? വിജയാനന്ദ് കടുത്ത ദേഷ്യത്തിലാണെന്ന് കൃഷ്ണമ്മയ്ക്ക് മനസ്സിലായി. ഞാൻ നോക്കട്ടെ. അവർ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ നയോമി സിറ്റൗട്ടിലേക്ക് വന്നു. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് അറിയില്ലേ? എല്ലാ ദിവസവും പറയണോ? ഞാനേ രൂപ 25 ലക്ഷം മുടക്കിയിട്ട് നടക്കുന്ന ഒരു പ്രൊഡ്യൂസറാണെന്ന് നിനക്കറിയാമല്ലോ. ഞാനെന്തിനാ അതൊക്കെ അറിയുന്നേ? നീ എൻ്റെ സീരിയലിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാനെന്താ പറഞ്ഞത്? ഇടയ്ക്കിട്ടിട്ട് പോകരുത്, കംപ്ലീറ്റ് ചെയ്യണമെന്നല്ലേ? നീ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നീ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ചീറ്റിംഗ് അല്ലേ ഇത്? അല്ലേ? വിജയാനന്ദ് രോഷാകുലനായി. ചാനലിൽ 5 എപ്പിസോഡ് കൊടുത്തിരിക്കുക. ബാക്കി ഒരു 7 എപ്പിസോഡ് ലെങ്തിലുള്ള സീൻസ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ടൈറ്റിൽ സോങ്ങിനും ടൈറ്റിൽസിനും എല്ലാം കൂടി 25 ലക്ഷമാണ് മുടക്കിയത്. സാറേ, അത് കഴിഞ്ഞിട്ടിപ്പോൾ വർഷം 1 കഴിഞ്ഞില്ലേ? എനിക്ക് ജീവിക്കണ്ടേ? വേറെ വർക്ക് വന്നപ്പോൾ ഞാനതിൽ ജോയിൻ ചെയ്തു. അതിലെന്താ തെറ്റ്? ഇപ്പോഴാണെന്ന് എനിക്ക് ചാനലിൽ നിന്ന് അപ്രൂവലായത്. 5 എപ്പിസോഡ്. അവരത് കണ്ട് തൃപ്തിപ്പെട്ടു. ബാക്കി ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. ടെലികാസ്റ്റിംഗ് ഡേറ്റും അടിച്ചു തന്നു. ബാക്കി ഷൂട്ട് ചെയ്യണ്ടേ?
നീയല്ലേ ഹീറോയിൻ. ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 5ഉം 7ഉം 12 എപ്പിസോഡിൻ്റെ സാധനം ഞാനെടുത്ത് കടലിൽ കളയണോ? നീയല്ലേ അതിൽ അഭിനയിച്ചിരിക്കുന്നേ. അത് കളഞ്ഞിട്ട് വേറെ ഒന്നേന്നു മുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയും പലരും ചെയ്യാറുണ്ടല്ലോ, നയൂമി നിസ്സാരമട്ടിൽ പറഞ്ഞു. ദേ, പോക്കൃത്തരം പറയരുത് എൻ്റെ അടുത്ത്. വിജയാനന്ദ നയോമിയുടെ നേർക്ക് കൈ ചൂണ്ടി. നീ തരുമോ എൻ്റെ 25 ലക്ഷം രൂപ? കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എൻ്റെ സീരിയലിന് ചാനൽ അപ്രൂവ് തരാതിരുന്നത് എൻ്റെ കുറ്റമാണോ? പിന്നെ എൻ്റെ കുറ്റമാണോ? നയോമി ചൊടിച്ചു. ആരുടെയും കുറ്റമല്ല. ഏതെങ്കിലും ഒരെണ്ണം തീർന്നിട്ട് വേണ്ടേ നമ്മുടെ സീരിയൽ പകരം കൊടുക്കാൻ? ഇപ്പോഴാ ഗ്യാപ്പ് കിട്ടിയത്, അതും ഞാൻ ഇതിൻ്റെ പുറകെ നിന്നിട്ട്. നീ ഒരു 10 ദിവസം വന്ന് അഭിനയിച്ചിട്ട് പോ, പിന്നെ 1 മാസം കഴിഞ്ഞ് വന്നാൽ മതി. അടുത്ത 2 മാസം ഫുള്ളായിട്ട് ഞാൻ മഹീന്ദ്രൻ സാറിന് ഡേറ്റ് കൊടുത്തു. ഇനി വാക്കു മാറാൻ പറ്റില്ല. എഗ്രിമെൻ്റ് സൈൻ ചെയ്തതാ. നീ അയാളോട് പറഞ്ഞ് അതിൽ നിന്നൊരു 10 ദിവസം മാറ്റിയെടുക്ക്. മഹി സാർ സമ്മതിക്കില്ല. സാറിന് സീരിയലെന്ന് കേട്ടാൽ തന്നെ വെറുപ്പാ. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു സീരിയലിലും ഇനി അഭിനയിക്കരുതെന്ന്. ഞാനിതും പറഞ്ഞുകൊണ്ട് ചെന്നാൽ സാർ എന്നെ സിനിമയിൽ നിന്ന് കട്ട് ചെയ്യും. ആ, അത് പോട്ടേന്ന് വെക്ക്, നിനക്ക് വേറെ സിനിമ കിട്ടും. മഹി സാറിൻ്റെ സിനിമ കളയാനോ? വലിയ സീനിയർ നടിമാരെ കാത്തു കിടക്കുക മഹി സാറിൻ്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടാൻ. എനിക്ക് മഹീന്ദ്രൻ്റെ പുരാണം ഒന്നും കേൾക്കണ്ട. എൻ്റെ സീരിയൽ അടുത്ത 30-ന് ടെലികാസ്റ്റ് തുടങ്ങും. അതിനകം 15 എപ്പിസോഡും കൂടി കൊടുക്കണം. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നയൂമിക്ക് ഒട്ടും ഇളക്കമില്ല. മഹിയുടെ സിനിമ ഷൂട്ട് തുടങ്ങിയില്ലല്ലോ, പിന്നെന്താ അവനിത്ര സൂക്കേട്? അവനെന്താ സീരിയലിനോട് ഇത്ര വെറുപ്പ്? സീരിയലിൽ നിന്ന് പോയവനല്ലേ ആ തെണ്ടി. വെറുതെ എന്തിനാ സാറേ അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നേ? നയൂമി തൻ്റെ അനിഷ്ടം പ്രകടമാക്കി. അയാളെ ചീത്ത വിളിച്ചാൽ നിനക്കെന്താ? സിനിമാക്കാരനായതുകൊണ്ട് അയാൾ വലിയ സാറാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അയാളേക്കാൾ വലിയ സിനിമാക്കാരനെ അറിയോ നിനക്ക്? 16 പടം പ്രൊഡ്യൂസ് ചെയ്തവനാ ഞാൻ. അവസാനത്തെ പടം കുത്തുപാളി എടുത്തപ്പോഴാ ഞാൻ സിനിമ നിർത്തി സീരിയലിലോട്ട് വന്ന്. ബ്ലേഡ് പലിശയ്ക്ക് കടം വാങ്ങി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ എന്നെ കുത്തുപാളി എടുപ്പിക്കാൻ നോക്കരുത്, പറഞ്ഞേക്കാം. നയോമി മിണ്ടാതെ നിന്നു. എനിക്കൊരു മറുപടി കിട്ടണം. വിജയാനന്ദ് അക്ഷമനായി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സിനിമ വിട്ടിട്ട് ഞാൻ സീരിയലിലോട്ട് വരുന്നില്ല. നീ വാക്ക് പറഞ്ഞ് സമ്മതിച്ച് അഡ്വാൻസ് വാങ്ങി നെഞ്ചത്തോട്ട് വെച്ച വർക്ക് കണ്ടിന്യൂ ചെയ്യാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ സിനിമ വിടുകയോ വിടാതിരിക്കുകയോ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല. ഷൂട്ട് തുടങ്ങാത്ത സിനിമയ്ക്ക് നീ എവിടെ പോയി അഭിനയിക്കാനാ? മഹിയുടെ സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഡിസ്കഷന് ഞാനും നിർബന്ധമായിട്ട് ചെല്ലണമെന്ന് മഹിസാറ് പറഞ്ഞിട്ടുണ്ട്. ഡിസ്കഷനൊക്കെ എനിക്കറിയാം. ഇന്നലെയും നിനക്ക് ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ, അർദ്ധരാത്രി വരെ. ആലുവ പാലസിൽ ഡിസ്കഷൻ ആരൊക്കെ ഉണ്ടായിരുന്നെന്നും അറിയാം. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. സാറങ്ങ് പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. നിന്നോട് ഞാൻ സീരിയലിൻ്റെ ബാക്കി എപ്പിസോഡ് അഭിനയിച്ച് തരണമെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഹോട്ടൽ മുറിയിൽ വന്ന് തുണിയഴിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. നീ പിന്നെ എന്ത് കംപ്ലിക്കാനാ എനിക്കെതിരെ? ഇനി നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇതെൻ്റെ വീടാ. ഇനി സിനിമയിലില്ലെങ്കിലും ശരി, പട്ടിണി കിടക്കേണ്ടി വന്നാലും ശരി, നിങ്ങളുടെ സീരിയലിൽ ഞാൻ അഭിനയിക്കില്ല. വിജയാനന്ദിൻ്റെ കണ്ണിൽ നിന്ന് നീരാവി പറന്നു. എൻ്റെ സീരിയൽ ഇട്ടിട്ട് പോയാ നീ ഒരിടത്തും അഭിനയിക്കില്ല. സിനിമയിലും സീരിയലിലും ജീവിതത്തിലും ഒരിടത്തും. നിന്നെ ഞാൻ നശിപ്പിക്കും. നീ കളിക്കുന്നതേ വിജയാനന്ദിനോടാ, ഓർത്തു വെച്ചോ. വിജയാനന്ദ് കുപിതനായി സിറ്റൗട്ടിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് നടന്നുപോയി. കാറിൽ കയറും മുമ്പ് അയാൾ നയോമി നിൽക്കുന്നിടത്തേക്ക് നോക്കി. വലതു കൈ ഉയർത്തി വിരൽ ഞൊടിച്ചു കാട്ടി. ഞാൻ വിളിക്കുന്നിടത്ത് നീ വരും, പട്ടി വരുന്ന പോലെ വരും. കാറിൽ കയറി അയാൾ പാഞ്ഞുപോയി. കൃഷ്ണമ്മ ആശങ്കയോടെ നയോമിയെ നോക്കി. മുത്തശ്ശി പേടിക്കണ്ട, അയാൾ ഒരു ചുക്കും ചെയ്യാനില്ല. പണ്ടെങ്ങാണ്ട് കുറേ പടം പിടിച്ചിട്ടുണ്ടത്രേ. അതിൻ്റെ ഹുങ്ക. ഇപ്പോഴും വലിയ പ്രൊഡ്യൂസറാണെന്നാ വിചാരം. നയോമി, നീ അയാൾക്ക് വാക്ക് കൊടുത്തതല്ലേ? അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതല്ലേ? എന്നിട്ടിപ്പം ഒഴിഞ്ഞു മാറുന്നത് ശരിയാണോ? കേട്ടുനിന്ന സൗദാമിനി അമ്മ ചോദിച്ചു. നിങ്ങളോടാരാ പറഞ്ഞത് സംസാരിക്കാൻ? എന്നെ ഗുണദോഷിക്കാനൊന്നും വരണ്ട. നയോമി കയർത്തു. അയാൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് പൈസ തന്നതിന് ഞാനും സാക്ഷിയാ. അന്ന് അനുമോൻ്റെ അടുത്തും കൂടി ചോദിച്ചിട്ടാ അയാൾ അഡ്വാൻസ് തന്നെ. നീ അഭിനയിച്ചില്ലെങ്കിൽ എനിക്കും കൂടി അതിൻ്റെ നാണക്കേട്. നാണക്കേടുണ്ടെങ്കിൽ തള്ളേ മോനും കൂടി അനുഭവിച്ചോ. നയോമി ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി.
മിനിറ്റുകൾക്കകം അവളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള കാർ എത്തി. കൃഷ്ണമ്മ അവളുടെ ട്രോളി ബാഗ് കാറിനടുത്ത് വരെ വലിച്ചു കൊണ്ടുപോയി. ഡ്രൈവർ വന്ന് അതെടുത്ത് ഡിക്കിയിൽ വെച്ചു. നയോമി അനിലിൻ്റെ മുറിവാതിൽക്ക് ചെന്നു. വാതിൽപ്പടിയിൽ ചാരി ധാർഷ്ട്യത്തോടെ അയാളെ നോക്കി തെല്ലിട നിന്നു. പിന്നെ കാറിനടുത്തേക്ക് നടന്നു. ഒരുപാട് വൈകല്ലേ മോളെ, കൃഷ്ണമ്മ ഓർമ്മിപ്പിച്ചു. ചിലപ്പോൾ വൈകിയെന്നിരിക്കും, ഞാൻ മുത്തശ്ശിയെ വിളിച്ചോളാം. അവൾ കാറിൽ കയറി യാത്രയായി. കൃഷ്ണമ്മ കാർ മറയുന്നത് വരെ നോക്കി നിന്നു. അന്ന് രാത്രി നയോമി വീട്ടിലെത്തിയതേയില്ല. 10 മണിക്ക് കൃഷ്ണമ്മയുടെ ഫോണിലേക്ക് നയോമിയുടെ കോൾ വന്നു. മുത്തശ്ശി, ഞാൻ ഇന്ന് വരില്ല കേട്ടോ, വല്ലാത്ത ക്ഷീണം. നീ എവിടെയാ? പാലസിലാ. പകൽ മുഴുവൻ യാത്രയായിരുന്നു. ലൊക്കേഷൻസ് കാണാൻ പോയതാ. റൈറ്ററും ക്യാമറാമാനും ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും ഒക്കെ ഉണ്ടായിരുന്നു. എവിടെയാ പോയത്? ആതിരപ്പള്ളി. തിരിച്ചു വന്നപ്പോഴേക്കും വല്ലാണ്ട് ടയേർഡായി. അവർ ചോദിച്ചാൽ എന്ത് പറയണം? ആ സൗദാമിനിയമ്മ അറിയില്ലെന്ന് പറഞ്ഞേക്ക്. അവരുറങ്ങാതെ കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ടിരിക്കും രാത്രി മുഴുവൻ. അങ്ങനെ ഇരിക്കട്ടെ, കുറേ ടെൻഷൻ അടിക്കണം, അതിനു വേണ്ടിയാ. എന്നാൽ ശരി. രാത്രി 11 മണിയായിട്ടും നയോമിയെ കാണാഞ്ഞ് സൗദാമിനിയമ്മ കൃഷ്ണമ്മയെ വിളിച്ച് വിവരം തിരക്കി. അവൾ എന്താ വൈകുന്നേ? എല്ലാ ദിവസവും ഇങ്ങനെ പാതിരാത്രിക്ക് കയറി വരുന്നതാണോ ശരി? അവളൊരു പെണ്ണല്ലേ? വിളിച്ചില്ലേ നിങ്ങൾ? വിളിച്ചു, ജോലി തീർന്നില്ലെന്നാ പറഞ്ഞേ. വരുമായിരിക്കും. കൃഷ്ണമ്മ എങ്ങും തൊടാതെ പറഞ്ഞു. നിങ്ങൾക്ക് അവളെ ഉപദേശിച്ചുകൂടെ? സ്വന്തം മകളുടെ കുട്ടിയല്ലേ. ഇങ്ങനെ പോയാൽ അവളുടെ ഭാവി നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങളെ നോക്കണ്ട, അനിമോൻ്റെ ഭാര്യയാണെന്നതും വിട്ടേക്ക്. ചെറുപ്പമല്ലേ അവൾ? 24 വയസ്സല്ലേ ഉള്ളൂ. ഇനി എന്തുമാത്രം ജീവിതം കിടക്കുന്നു. അത് നന്നായിട്ട് ജീവിക്കണ്ടേ? മോശമായിട്ട് ജീവിച്ചവരെല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ. എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ കൺമുന്നിൽ. ഇതൊന്നും നോക്കണ്ട. അവൾക്കൊരു കുഞ്ഞില്ലേ? അതിനെ വളർത്തി വലുതാക്കണ്ടേ? ഇതിൻ്റെ അമ്മയാണ് എന്ന ആ കുഞ്ഞിന് അഭിമാനത്തോടെ ഓർക്കാനും പറയാനും കഴിയണ്ടേ? അവളുടെ ഭാവിക്കൊന്നും ഒരു കുഴപ്പവും വരില്ല. അവൾ മോശമായിട്ടില്ല, നന്നായിട്ട് തന്നെ ജീവിക്കുന്നേ. അതെങ്ങനെ വേണമെന്ന് അവൾക്കറിയാം. ആരും പഠിപ്പിക്കാൻ ചെല്ലണ്ട. നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ട് അവളുടെ കൂടെ പോകാത്തത്? രാത്രി ഇത്രയും വൈകുമ്പം ആരെങ്കിലും അവളുടെ കൂടെ വേണ്ടതല്ലേ? അങ്ങനെയല്ലേ എല്ലാവരും? അവൾക്ക് ലോകത്തെക്കുറിച്ച് എന്തറിയാം? പലതരം പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്ന പ്രായമാണ്. അവളെ നോക്കാൻ അവൾക്കറിയാം. അതോർത്ത് ആരും വിഷമിക്കണ്ട, കൃഷ്ണമ്മ പറഞ്ഞു. എന്നിട്ട് മുറിയിൽ കയറി വാതിലടച്ചു. അർദ്ധരാത്രി കഴിഞ്ഞിട്ട് നയോമി വന്നില്ല. സൗദാമിനിയമ്മ ഉറക്കമളിച്ച് പലതരം ആശങ്കകളിൽ മുഴുകിയിരുന്നു. ഇടയ്ക്ക് അനിൽ ബാബു വിളിക്കുന്നത് കേട്ട് അവർ എഴുന്നേറ്റ് ചെന്നു. അയാൾക്ക് വെള്ളം കുടിക്കണമായിരുന്നു. തൊണ്ട വരണ്ടിട്ട് ശ്വാസം പോലും ശരിക്ക് കിട്ടുന്നില്ല. സൗദാമിനിയമ്മ ഗ്ലാസ്സിൽ വെള്ളം പകർന്ന് പിടിച്ചു കൊടുത്തു. അനിൽ ബാബു തുടരെ 3 ഗ്ലാസ് വെള്ളം കുടിച്ചു. ടെൻഷൻ്റെയാ, അല്ലെങ്കിൽ ഇത്രയും ദാഹം ഉണ്ടാവില്ല. അനിൽ ബാബു പറഞ്ഞു. നീ ഉറങ്ങിയില്ലായിരുന്നോ? എങ്ങനെ ഉറങ്ങാൻ പറ്റും? നയോമിയെ നീ ഓർക്കണ്ട, മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അതിനു വേണ്ടിയാ ശ്രമിക്കുന്നേ. പക്ഷേ നെഞ്ചിന് താഴെ തീ കിടന്നില്ല. സൗദാമിനിയമ്മ താടിക്ക് കൈയൂന്നി കട്ടിലിനരികെയിരുന്നു. വീട്ടിൽ സാധനങ്ങൾ തീർന്നു എന്ന് പറഞ്ഞാൽ വാങ്ങാനൊക്കെ വലിയ മടിയാ അവൾക്ക്. വാങ്ങാനുള്ള പൈസ തരാൻ പറഞ്ഞാൽ തരില്ല. കടയിലെ പറ്റ് നിർത്തിയത് കൊണ്ട് കടം വാങ്ങാനും നിവർത്തിയില്ല. കർശനമായിട്ട് ചോദിച്ചു വാങ്ങണം. ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അച്ഛൻ്റെ മരുന്നെല്ലാം തീർന്നു. മരുന്ന് വാങ്ങണം. പൈസ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നാണക്കേടല്ലേ? ചോദിക്കേണ്ടെന്ന് പറഞ്ഞു അച്ഛൻ. അതൊക്കെ ചോദിക്കണം. തരാനുള്ള ബാധ്യത അവൾക്കുണ്ട്. ഈ വീട് അവൾ നിസ്സാര വിലയ്ക്ക് കൈവശപ്പെടുത്തിയില്ലേ? കുടുംബം നോക്കണം എന്നുള്ള കരാറിലല്ലേ കൊടുത്തത്? അവൾ തന്നേ പറ്റൂ. സൗദാമിനിയമ്മ ദീർഘശ്വാസം എടുത്തു. ഇങ്ങനെ പോയ ഇതെവിടെ ചെന്നെത്തും? കഴിഞ്ഞ കൊല്ലം അവളെ വെച്ച് സീരിയൽ എടുത്ത പ്രൊഡ്യൂസർ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോയി. അവളിനി ആ സീരിയലിൽ അഭിനയിക്കുന്നില്ലാന്ന്. അവരെയൊക്കെ പിണക്കിയിട്ട് അവൾക്ക് നിലനിൽക്കാൻ പറ്റുമോ? അവർക്ക് അസോസിയേഷനൊക്കെ ഉള്ളതല്ലേ. അയാൾ അവളെപ്പറ്റി പറഞ്ഞ വർത്തമാനം നീ കേൾക്കാതിരുന്നത് നന്നായി. ഞാനെല്ലാം കേട്ടു അമ്മേ. മഹീന്ദ്രൻ്റെ സിനിമ കിട്ടിയപ്പോൾ അവൾ വിചാരിച്ചിരിക്കുന്നത് ആ ഒരൊറ്റ പടം കൊണ്ട് സൂപ്പർ ഹീറോയിൻ ആകാമെന്ന. മീര ജാസ്മിനും നയൻതാരയും ഒക്കെ ആക്കിയേക്കാമെന്ന് അയാൾ പ്രലോഭിപ്പിച്ച് കാണും. അല്ലെങ്കിൽ അവൾ ഇത്ര ചങ്കൂറ്റം കാണിക്കില്ല. എത്ര കഴിവുണ്ടെങ്കിലും മനസ്സിൽ ഇത്തിരി നന്മയും കൂടി ഇല്ലാതെ ഒരാളും നന്നാവില്ല. അതിനെത്ര ഉദാഹരണം വേണമെങ്കിലും ഉണ്ട്. അങ്ങനെ ആരെങ്കിലും അടിവേരില്ലാതെ വളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനടി തകർന്നു വീണ് നിലംപരിശായിട്ടുണ്ട്.
അമ്മ പോയി കിടന്നു. ഇന്നിനി അവൾ വരില്ല, അതെനിക്ക് തീർച്ചയായി. സൗദാമിനിയമ്മ വേദനയോടെ മകൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നിയന്ത്രിക്കാനും ആവാതെ എല്ലാ നാണക്കേടും എല്ലാ ആത്മനിന്ദയും എല്ലാ അധിക്ഷേപങ്ങളും നിശബ്ദമായി സഹിക്കേണ്ടി വരുന്നവൻ്റെ ഹൃദയവേദന അവർക്കറിയാം. അമ്മ എന്തിനാ ഈ വീടെഴുതി കൊടുത്തേ? ആരോട് ചോദിച്ചിട്ടാ? അമ്മയുടെ അലിവുറ്റ നോട്ടം പോലും അനിൽ ബാബുവിനെ ഇപ്പോൾ രോഷാകുലനാക്കി. സൗദാമിനി അമ്മയ്ക്ക് ഒരു ഉൾക്കിടലമുണ്ടായി. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേറൊരു വഴിയും കണ്ടില്ല മോനെ, അവർ ദീനസ്വരത്തിൽ പറഞ്ഞു. എന്നിട്ട് രക്ഷപ്പെട്ടോ? ആരെങ്കിലും രക്ഷപ്പെട്ടോ? ഈ മാംസപിണ്ഡം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? എന്നെ കൈവിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു. ഈ വീടെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയനെ. ബാക്കിയുള്ളവർക്ക് റോഡ് പണിയെടുത്തിട്ടെങ്കിലും ജീവിച്ചു പോകാമായിരുന്നു. ഇപ്പോൾ എല്ലാവരും നടുക്കടലിലായില്ലേ? നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയതിൻ്റെ കുറ്റബോധം താങ്ങേണ്ടത് ഞാനല്ലേ? അതോർത്ത് നീ വിഷമിക്കേണ്ട. നിന്നെ രക്ഷിക്കാൻ വേണ്ടി വീട് വിട്ട് കളഞ്ഞതോർത്ത് ഒരു കുറ്റബോധവും ഇല്ല. അത് ഞാനും എൻ്റെ അച്ഛനും നിൻ്റെ കൂടപ്പിറപ്പുകളും കൂടെ ഒരൊറ്റ മനസ്സോടെ എടുത്ത തീരുമാനമാണ്. അതൊക്കെ നിങ്ങളുടെ ആശ്വാസം. ഞാൻ എൻ്റെ മനസ്സിൻ്റെ വേദനയാണ് പറയുന്നേ. എന്തെല്ലാം കാണണം ഞാൻ? സൗദാമിനി അമ്മ മറുപടി പറയാതെ മകൻ്റെ ശിരസിൽ തലോടി. അയാൾ എന്തോ ദുസ്വപ്നത്തിലേക്ക് വഴുതി വീഴുന്നത് വരെ അവർ അങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. നയോമി രാവിലെയാണ് വീട്ടിലെത്തിയത്. 7:30 മണിക്ക് അവളെ വീട്ടിലെത്തിച്ച കാർ അപ്പോൾ തന്നെ തിരിച്ചുപോയി. നയോമി കണ്ണു നിറയെ ചോദ്യങ്ങളും ആത്മരോഷവുമായി നിന്ന സൗദാമിനി അമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുറിയിൽ കയറി വാതിലടച്ചു, കുറ്റിയിട്ടു. കൃഷ്ണമ്മ വന്ന് വാതിലിൽ തട്ടിയപ്പോൾ വാതിൽ തുറക്കാതെ തന്നെ അവൾ പറഞ്ഞു, ഡിസ്റ്റർബ് ചെയ്യരുത്, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. കൃഷ്ണമ്മ ഒന്നും മിണ്ടാതെ തിരികെ പോയി. മഴയിൽ കുതിർന്ന ഒരു ഞായർ. രാത്രി മുഴുവൻ മഴയായിരുന്നു. രാവിലെയും മഴയ്ക്ക് ശമനമുണ്ടായില്ല. ഇടയ്ക്ക് കനം കൂടിയും കുറഞ്ഞും, ചിലപ്പോൾ കാറ്റത്ത് മുടിയഴിച്ചിട്ട ഭ്രാന്തിയെപ്പോലെയും, ചിലപ്പോൾ ശാന്തമായി തേങ്ങുന്ന ബാലികയെപ്പോലെയും മഴ പെയ്തുകൊണ്ടേയിരുന്നു. കോളിംഗ് ബെൽ കേട്ട് സൗദാമിനി അമ്മ സിറ്റൗട്ടിലേക്ക് ചെന്ന് നോക്കി. മുറ്റത്ത് കുട ചൂടിയൊരു തടിയൻ നിൽക്കുന്നു. ജീൻസും ടീഷർട്ടും വേഷം. നയോമി ഇവിടെ അല്ലേ താമസം? അതെ, സൗദാമിനി അമ്മ പറഞ്ഞു. അയാൾ കുട മടക്കിക്കൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി. അവളിവിടെ ഇല്ല, ഷൂട്ടിങ്ങിന് പോയതാ. സൗദാമിനി അമ്മ അയാളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. എന്നും പോവോ ഷൂട്ടിങ്ങിന്? അയാളുടെ പരുക്കൻ ശബ്ദം 6 അടി ഉയരത്തിൽ നിന്ന് ചിതറി വീണു. മിക്കവാറും. എപ്പോഴാ പോവുക? രാവിലെ 7 മണിക്ക് മുമ്പ് ലൊക്കേഷനിൽ നിന്ന് വണ്ടി വന്ന് കൊണ്ടുപോവുകയാണ് പതിവ്. നയോമിക്ക് സ്വന്തമായിട്ട് കാറില്ലേ? കാറുണ്ട്, ചിലപ്പോഴേ അതിൽ പോകാറുള്ളൂ. തിരിച്ചു വരുന്നത് എപ്പോഴാ? രാത്രിയാകും. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു സിനിമ ചെയ്യാൻ പ്ലാനുണ്ട്. നയോമിയെ ഹീറോയിനാക്കി. പുതിയ ആൾക്കാരാ, സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല. സൗദാമിനി അമ്മ റോഡിലേക്ക് നോക്കി. ഒരു വാഹനം, കാറല്ല, വലിയ വണ്ടി, മഴ നനഞ്ഞു കിടക്കുന്നു. പേര് പറഞ്ഞില്ല? സൗദാമിനി അമ്മ ചോദിച്ചു. നയോമി ഇല്ലല്ലോ. നയോമി ഉള്ളപ്പോൾ വരാം. അപ്പോൾ പേരെല്ലാം വിശദമായിട്ട് പറയാം. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു ടീമാ. 5-6 പേരുണ്ട്, പോട്ടെ. അയാൾ തിരിഞ്ഞ് സിറ്റൗട്ടിൽ നിന്നുള്ള സ്റ്റെപ്പ് ഇറങ്ങി കുട നിവർത്തി. കറുത്ത നിറമുള്ള SUV കരികിൽ എത്തിയ ശേഷം അയാൾ കുട മടക്കി ഡോർ തുറന്ന് അകത്ത് കയറി വാതിലടഞ്ഞു. വണ്ടി പോകുന്നില്ല. മഴയത്ത് അതവിടെ തന്നെ കിടക്കുന്നത് കണ്ടിട്ട് അതിലെന്തോ നിഗൂഢതയുണ്ടെന്ന് സൗദാമിനി അമ്മയ്ക്ക് തോന്നി. സെപ്റ്റംബറിലെ അവസാനത്തെ വെള്ളിയാഴ്ച നയോമി രാവിലെ ലൊക്കേഷനിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. സൗദാമിനി അമ്മ വാതിൽക്കൽ ചെന്നു നിന്നു. അവരുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഇരിപ്പുണ്ട്. അത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിലിരുന്ന് ലിപ്സ്റ്റിക് ഇടുകയാണ് നയോമി. സൗദാമിനി അമ്മ വാതിലിൻ്റെ കട്ടിളയിലേക്ക് ചാരി നിന്നു. എന്താ? നയോമി ദേഷ്യത്തിൽ ചോദിച്ചു. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റാ. നിങ്ങളുടെ ജോലി ഇതാണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ലിസ്റ്റ് എഴുത്ത്? സൗദാമിനി അമ്മ മറുപടി പറയാതെ ലിസ്റ്റ് അവളുടെ നേർക്ക് നീട്ടി. തട്ടിപ്പറിക്കും പോലെ നയോമി അത് വാങ്ങി. അതിലൂടെ കണ്ണോടിക്കവേ അവളുടെ നെറ്റി ചൊളിഞ്ഞു. ഇതാർക്കായി ആയുർവേദ മരുന്ന്? അച്ഛന് കഷായവും എണ്ണയും. ഞാൻ നിങ്ങളുടെ മകനെ ചികിത്സിക്കാമെന്ന് മാത്രമേ ഏറ്റിട്ടുള്ളൂ. നിങ്ങളുടെ അച്ഛനെ ചികിത്സിക്കാമെന്ന് ഏറ്റിട്ടില്ല. നയോമി, അച്ഛൻ്റെ മരുന്നിന് കൂടി വന്ന 500 രൂപയാകും. അതിനാണോ നീ കണക്ക് പറയുന്നേ? 500 രൂപ നിങ്ങളെപ്പോലെ ചുമ്മാ ഇരുന്നാൽ ഉണ്ടാകുമോ? അതൊന്നും ഞാൻ വാങ്ങിക്കുന്ന പ്രശ്നമില്ല.
നിന്റെ അമ്മാവന് നീ ദിവസവും ബ്രാൻഡി വാങ്ങിക്കാൻ പൈസ കൊടുക്കാറുണ്ടല്ലോ. ഇത് മാസത്തിലൊന്നല്ലേ വേണ്ടൂ. ഉദയൻ അങ്കിളിന് ഞാൻ പലതും വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ അങ്കിളാ. കോടി രൂപ ഞാൻ അങ്കിളിനും മുത്തശ്ശിക്കും വേണ്ടി ചെലവാക്കിയെന്നിരിക്കും. അതെൻ്റെ സ്വന്തം വീട്ടുകാരാ. നിങ്ങളറിയുകയും വേണ്ട, ചോദിക്കുകയും വേണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാ. ഞാനും ഔദാര്യമൊന്നുമല്ല ചോദിച്ചത്. ഒരു 25 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് ബാങ്കിലിട്ടിരുന്നെങ്കിൽ ഒരു 15,000 രൂപ പലിശ കിട്ടിയേനെ. അത്രയും ചോദിക്കുന്നില്ല ഞാൻ. 10,000 രൂപ തന്ന ഞാൻ ഈ കുടുംബം നന്നായിട്ട് നടത്തിയേനെ. അതെന്താ 25 ലക്ഷത്തിൻ്റെ കണക്ക്? നയോമി പുരുകം ചൊളിച്ചു നോക്കി. ഈ വീടിന് 45 ലക്ഷമെങ്കിലും കിട്ടിയേനെ. നീ 20 ലക്ഷം തികച്ചു മുടക്കിയിട്ടില്ലല്ലോ. ബാക്കി 25ൻ്റെ കണക്കാ പറഞ്ഞത്. ആ 25 കൂടി തന്നേക്കാം. ഒഴിഞ്ഞു പോകാമോ എൻ്റെ തലേന്ന്? അതോടെ തീരൂലോ ഈ നശിച്ച കണക്ക് പറച്ചിൽ. കണക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, നീ പറയിപ്പിക്കുന്നതാ. സൗദാമിനിയമ്മ ശാന്തത കൈവിടാതെ പറഞ്ഞു. എൻ്റെ സിനിമ ഒന്ന് റിലീസായിക്കോട്ടെ. നിങ്ങളെയെല്ലാം ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നീ ഇനി ഞങ്ങളെ കൂടുതൽ എന്ത് പഠിപ്പിക്കാനാ? നിന്നെക്കൊണ്ട് ആകാവുന്നിടത്തോളം പഠിപ്പിച്ചു കഴിഞ്ഞില്ലേ? ഞങ്ങളൊരു ഫ്ലാറ്റ് എടുത്ത് പാലാരി വട്ടത്തേക്ക് താമസം മാറും. പിന്നെ നിങ്ങൾ ലിസ്റ്റ് എഴുതിക്കൊണ്ടുവന്ന് ആരുടെ മുന്നിൽ ചെല്ലുന്ന് എനിക്കൊന്ന് കാണണം. അതൊരു കടുത്ത ഭീഷണിയായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യുമെന്ന് സൗദാമിനി അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. നയോമിയും കൃഷ്ണമ്മയും ഉദയഭാനുവും വീട് വിട്ട് ദൂരേക്ക് പോയാൽ അതോടെ നടുക്കയത്തിന് മീതെ വഞ്ചിക്കാരനില്ലാതെ അകപ്പെട്ടു പോയ തോണി പോലെ ആശ്രയം മറ്റുപോകും ഈ കുടുംബം. ഉദയനങ്കിളെ, നയോമി ഒച്ച വെച്ച് വിളിച്ചു. ഉദയഭാനു ക്ഷണം എത്തി. ഈ ലിസ്റ്റ് വെച്ചോ. ഇതിലെഴുതിയിരിക്കുന്ന കഷായവും എണ്ണയും വാങ്ങണ്ട. ബാക്കിയൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്ക്. നാശം പിടിക്കാൻ. നീ ഇങ്ങനെ പ്രാഗിക്കൊണ്ട് തന്ന ആർക്ക് സന്തോഷം? നിനക്ക് സന്തോഷം കിട്ടുമോ? എനിക്ക് സന്തോഷം കിട്ടുമോ? സൗദാമിനിയമ്മ സഹി കെട്ടി ചോദിച്ചു. എനിക്കിത്തിരി സന്തോഷം കിട്ടും. നയോമി പിറുപിറുത്തു. അവളുടെ മൊബൈലിലേക്ക് കോൾ വരുന്നുണ്ടായിരുന്നു. നയോമി കോൾ എടുത്തു. ഹലോ, ഞാൻ റെഡിയായി നിൽക്കുക. കാർ വിട്ടിട്ടുണ്ടോ? ഓക്കെ. നയോമി കോൾ കട്ട് ചെയ്തു. ആരാ മോളെ വിളിച്ചേ? കൃഷ്ണമ്മ തിരക്കി. ലൊക്കേഷനിൽ നിന്നാ, പ്രൊഡക്ഷൻ്റെ ആൾക്കാരാ. നയോമി പെട്ടെന്ന് ബാക്കി മേക്കപ്പും കൂടി ചെയ്തു. അപ്പോഴേക്കും ഗേറ്റിൽ കാറിൻ്റെ ഇരമ്പലും ഹോണും കേട്ടു. ധൃതിയിൽ ഹാൻഡ് ബാഗ് എടുത്ത് തോളിലിട്ട് ട്രോളി ബാഗ് വലിച്ചുകൊണ്ട് നയോമി മുറിക്ക് പുറത്തു കടന്നു. ഉദയഭാനു സഹായത്തിനെത്തി. അയാൾ ട്രോളി ബാഗ് തൂക്കിയെടുത്ത് കാറിനടുത്ത് വരെ എത്തിച്ചു. മുത്തശ്ശിയും കൂട്ടി അങ്കിൾ 9 മണിയാകുമ്പോഴേക്കും വന്നേക്കണം. കാറിൽ പെട്രോൾ അടിക്കണം. നയോമി ഉദയഭാനുവിനോട് നിർദ്ദേശിച്ചു. ഇതെന്താ ഡ്രൈവറും കാറുമൊക്കെ വേറെയാണല്ലോ? ഉദയഭാനു കാറിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു പഴയ ക്വാളിസ് കാറായിരുന്നു അത്. മറ്റേ കാർ എയർപോർട്ടിലേക്ക് പോയി. ചെന്നൈയിൽ നിന്ന് പ്രൊഡ്യൂസർ വരുന്നുണ്ട്, ഡ്രൈവർ പറഞ്ഞു. ഓ, അത് ശരി. ഉദയഭാനു നിവർന്നു. നയോമി മധ്യഭാഗത്തെ സീറ്റിലേക്ക് കയറി സുരക്ഷിതമായ വശത്തിരുന്നു. മറ്റേ വശത്ത് ഉദയഭാനു ട്രോളി ബാഗ് കയറ്റി വെച്ച് ഡോർ അടച്ചു. ശരിയെങ്കിലേ, നയോമി കൈ ഉയർത്തി കാട്ടി. അപ്പോഴേക്കും കാർ നീങ്ങിക്കഴിഞ്ഞു. റോഡിനിരുവശത്തും റബ്ബർ തോട്ടമാണ്. രാവിലെ ആയതിനാൽ വാഹനങ്ങൾ നന്നേ കുറവ്. കാർ പെട്ടെന്ന് മൺ റോഡിലേക്ക് തിരിഞ്ഞ് ചെറിയ കയറ്റം കയറാൻ തുടങ്ങി. ഇതെന്താ ഈ വഴി? നയോമി അമ്പരപ്പിൽ ചോദിച്ചു. പുതിയ ലൊക്കേഷനാ. ഡ്രൈവർ ഒരു വളവ് തിരിച്ച് കാർ നിർത്തി. മൺ റോഡിൻ്റെ ഇരുവശത്തായി 4-5 പേർ അലസമട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. കാർ നിന്നതും പിന്നിലെയും വശങ്ങളിലെയും മുന്നിലെയും ഡോറുകൾ തുറന്നു. ഞൊടിയിടയിൽ അവരെല്ലാം അകത്ത് കയറി. നിങ്ങളൊക്കെ ആരാ? നയോമി ഭീതിയോടെ അവരെ നോക്കി. പറയാം, സമയം ഇഷ്ടം പോലെയുണ്ട്. പിൻ സീറ്റിലിരുന്ന ഒരാൾ നയോമിയുടെ വായ പൊത്തി. 2 പേർ അവളുടെ ഓരോ കൈയും പിടിച്ച് പിന്നോട്ട് വളച്ചു വെച്ചു. അടുത്തയാൾ അവളുടെ വായ്ക്ക് മീതെ പൊട്ടിച്ചു. കാറിൻ്റെ പിൻഭാഗത്ത് ഒരു വിൻഡോ കർട്ടൻ വിടർന്നു. നയോമിയുടെ കണ്ണുകൾ ഒരു കറുത്ത കർച്ചീഫ് കൊണ്ട് മൂടപ്പെട്ടു. കാർ അവിടെ റിവേഴ്സ് എടുത്ത് തിരിഞ്ഞു. അത് തിരികെ ടാർ റോഡിലേക്ക് കയറി. കാക്കനാട് പള്ളിക്കര റോഡിലെത്തിയ ശേഷം കാർ പള്ളിക്കര ഭാഗത്തേക്ക് ഓടിച്ചുപോയി. അടുത്ത ഭാഗം നാളെ.